ഫോട്ടോഷോപ്പിൻ്റെ പുതിയ വേർഷനായ 2025 റിലീസായിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഫോട്ടോഷോപ്പിൻ്റെ 2025 വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫോട്ടോഷോപ്പ് 2025 വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, ഒരു ഫോട്ടോയിൽ നമുക്ക് വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള എലമെൻസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ റിമൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ റിമൂവ് ടൂളിൽ 2 ഓപ്ഷൻസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ റിമൂവ് ടൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓപ്ഷൻസ് ബാറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷൻസ് അവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്ന് വയേഴ്സ് ആൻഡ് കേബിൾസ്, 2 പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അതായത് നമ്മുടെ ഫോട്ടോയിലെ സബ്ജക്റ്റ് അല്ലാതെ നമ്മുടെ ഫോട്ടോയെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ചില വ്യക്തികൾ. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോയിൽ ഒരു സബ്ജക്റ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ ബ്ലറായിട്ട് ചില വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിൽ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ഫോട്ടോയിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള കേബിളുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വയറുകളൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിലെ തന്നെ വയേഴ്സ് ആൻഡ് കേബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ ഡിസ്ട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ വ്യക്തികളെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകാം. അവിടെ നമുക്ക് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഈ മോഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോ മെയൂസ് ജനറേറ്റീവ് AI എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ജനറേറ്റീവ് AI ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ജനറേറ്റീവ് AI ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കാണാം. ഇവിടെ ജനറേറ്റീവ് AI ഉപയോഗിച്ചും ഉപയോഗിക്കാതെയും നമുക്ക് ഫോട്ടോയിലെ ഡിസ്ട്രാക്ഷൻസ് റിമൂവ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഒരു ഫോട്ടോയിൽ ഞാനിവിടെ ജനറേറ്റീവ് AI ഓഫ് എന്ന് കൊടുക്കാനായിട്ട് പോവുകയാണ്. അതിനുശേഷം ഞാനിവിടെ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അവിടെ നമ്മുടെ ഫോട്ടോയെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ആളുകളെ ഡിറ്റക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഓപ്ഷൻസ് ബാറിൽ തന്നെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ടിക്ക് മാർക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ വ്യക്തികളെ അവിടുന്ന് റിമൂവ് ചെയ്ത് തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ജനറേറ്റീവ് AI ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വ്യക്തികളെ ഇവിടുന്ന് റിമൂവ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ പീപ്പിളിനെയൊക്കെ റിമൂവ് ചെയ്തിരിക്കുന്നതിൽ കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ വരാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു കൈയുടെ സൈഡിൽ ആ ഒരു പെർഫെക്ഷൻ വന്നിട്ടില്ല. ഈ ഒരു കൈയുടെ ആ ഒരു ഭാഗം എക്സ്റ്റെൻഡ് ചെയ്ത് താഴേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ വരാനായിട്ടുണ്ട്. ചില ഫോട്ടോസ് കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് കിട്ടാത്ത ഫോട്ടോസിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ ജനറേറ്റീവ് AI എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം ജനറേറ്റ് ചെയ്ത് നോക്കുക. ഞാനിവിടെ ജനറേറ്റീവ് AI ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിൽ പോയതിന് ശേഷം നമുക്ക് ഈ പീപ്പിളിനെ റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ ഫോട്ടോയിൽ മാറ്റങ്ങൾ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒറിജിനൽ ഫോട്ടോ അതേപോലെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ സാമ്പിൾ ഓൾ ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു പുതിയ ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളെല്ലാം ആ ഒരു ലെയറിലേക്കായിരിക്കും വരിക. അതേസമയം നമ്മുടെ ഒറിജിനൽ ഫോട്ടോ ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയറായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. ഈ ഒരു ഡിസ്ട്രാക്ഷൻസ് ഒക്കെ എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിരുന്നു. അത് ഫോട്ടോഷോപ്പ് ബീറ്റയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അതേ ഓപ്ഷനാണ് ഇപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പ് 2025 വന്നിരിക്കുന്നത്. കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയണം എന്നുള്ളവർക്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ മുകളിൽ തന്നേക്കാം. ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകാം. അതിനുശേഷം പീപ്പിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ ആ പീപ്പിൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം. നോക്കുക, വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ ഫോട്ടോയെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് നിന്നിരുന്ന ആ ഒരു വ്യക്തികളെ അവിടുന്ന് റിമൂവ് ചെയ്ത് തന്നിരിക്കുകയാണ്. തൊട്ടുമുമ്പ് നമ്മളിവിടെ ജനറേറ്റീവ് AI ഓഫ് ചെയ്ത സമയത്ത് നമുക്കിവിടെ കുറച്ചും കൂടെ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതും കൂടെ ഇപ്പോൾ ജനറേറ്റീവ് AI ഓൺ ചെയ്ത സമയത്ത് കൃത്യമായിട്ട് മാറ്റി തന്നിരിക്കുകയാണ്. നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു ഫോട്ടോ ആക്കി അതിനെ നമ്മൾ മാറ്റിയിരിക്കുകയാണ്.
ഇനി മറ്റൊരു ഫോട്ടോയിലേക്ക് പോവാം. നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ മെയിൻ സബ്ജക്റ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് ചുറ്റുപാട് നിൽക്കുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പടമാണ്. ആദ്യത്തെ ഇമേജിൽ നമുക്ക് ഇത്രയും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതായത് ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു ചെറിയ ഒരു കൈ മാത്രമേ നമ്മളിവിടെ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഒരു വ്യക്തിയുടെ ഒരു പോർഷൻ മാത്രമാണ് കാണുന്നത്. അതുപോലെ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് പൂർണ്ണമല്ലാത്ത രീതിയിൽ നമുക്ക് വ്യക്തികളെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരെയെല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാം. നോൺ ഡിസ്ട്രക്റ്റീവായിട്ട് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഒറിജിനൽ ഫോട്ടോ അവിടെ തന്നെ ഇൻടാക്റ്റായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കൊരു പുതിയ ലെയറിലായിരിക്കും അതിൻ്റെ മാറ്റങ്ങൾ വരിക. പുതിയ ലെയർ ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മുകളിൽ നമ്മുടെ ഓപ്ഷൻസ് ബാറിൽ സാമ്പിൾ ഓൾ ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് കൊടുത്തിരിക്കണം. ഇനി നമുക്ക് നേരെ ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകാം. അതിനുശേഷം പീപ്പിൾ ക്ലിക്ക് ചെയ്യാം. നോക്കുക, നമ്മുടെ സബ്ജക്റ്റ് ഒഴിച്ച് ആ ഒരു ഫോട്ടോയെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് നിന്നിരുന്ന ആൾക്കാരെ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. നോക്കുക, ഈ ഒരു ഫോട്ടോയെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് നിന്നിരുന്ന ആ ഒരു വ്യക്തികളെ അവിടുന്ന് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ലെയർ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ പഴയ ഫോട്ടോ ശ്രദ്ധിക്കുക. നോക്കുക, ആ ഒരു ഭാഗമൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ആ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ വരുന്ന ഇതുപോലെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കേബിളുകൾ, വയറുകളൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇവിടെയും നമുക്ക് പുതിയ ഒരു ലെയർ ഇടാം. അതിനുശേഷം ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ഒരു മോഡിലേക്ക് നമുക്കൊന്ന് വരാം. ഇവിടെ നമുക്കൊരു ഫോട്ടോയിൽ ജനറേറ്റീവ് AI ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യാം. അതേസമയം ഫോട്ടോകളിൽ നമുക്ക് ഈ ഒരു കാര്യം ജനറേറ്റീവ് AI ഓൺ ചെയ്യണോ ഓഫ് ചെയ്യണോ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ AI ഉപയോഗിക്കേണ്ട ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ ഉപയോഗിച്ചോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫോട്ടോയിൽ മോഡിൽ ഓട്ടോ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിലേക്ക് വരുന്നു. അതിനുശേഷം വയേഴ്സ് ആൻഡ് കേബിൾസ് ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ആ കേബിളുകൾ അവിടുന്ന് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ആ പഴയ ഫോട്ടോ ഒന്ന് കാണാം. നോക്കുക, ഇതായിരുന്നു നമ്മുടെ ആ ഒരു പഴയ ഫോട്ടോ. അവിടുന്ന് ആ കേബിളുകളെല്ലാം തന്നെ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഈ ഒരു ഫോട്ടോ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഫോട്ടോയിലും ഡിസ്ട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു കേബിളുകളെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അതിനായിട്ട് പുതിയ ഒരു ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വയേഴ്സ് ആൻഡ് കേബിൾസ് ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, ഡിസ്ട്രാക്റ്റ് ചെയ്ത് തന്നിരുന്ന ആ കേബിളുകളൊക്കെ നമുക്കൊരു സിംഗിൾ ക്ലിക്കിൽ തന്നെ റിമൂവ് ചെയ്ത് തന്നിരിക്കുകയാണ്. നമുക്ക് ആ ഒരു പഴയ ഫോട്ടോ ഒന്ന് നോക്കാം. നോക്കുക, ഇതായിരുന്നു നമുക്ക് ക്രോസ് ലൈൻസ് ഒക്കെ ആയിട്ട് പോയിരിക്കുന്ന കേബിളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള കേബിളുകളൊക്കെ ഇതിലേ പോകുന്നുണ്ട്. നോക്കുക, ഞാനൊന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. നോക്കുക, അതുവരെ പെർഫെക്റ്റായിട്ട് അവിടുന്ന് റിമൂവ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഫോട്ടോയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് അഡോബ് ഉപയോഗിക്കുന്ന ടൂളാണ് അഡോബ് ഫയർഫ്ലൈ എന്ന് പറയും. ഈ ഒരു ഫയർഫ്ലൈയുടെ മോഡൽ 3 ആണ് ഇവിടെ പുതിയ ഫോട്ടോഷോപ്പ് 2025 അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു പാത്വേ മാറ്റണം എന്ന് വിചാരിക്കുക. ഇവിടെ എനിക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് വേണം. അതായത് നമ്മൾ ഈ വാക്വേയിലൊക്കെ കാണുന്ന നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റോൺസ് നിങ്ങൾ കണ്ടു കാണും. അങ്ങനത്തെ ഒരു സ്റ്റോൺസ് എനിക്കിവിടെ വേണം എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ആ ഒരു ഏരിയ, നിങ്ങൾക്ക് ആ വേണ്ട ഏരിയ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്വേ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ വിൻഡോ മെനുവിൽ നിന്ന് കോണ്ടെക്സ്റ്റുവൽ ടാസ്ക് ബാർ ഓൺ ചെയ്യുന്നു. ഈ ഒരു ടാസ്ക് ബാർ ഇവിടെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിൻഡോയിൽ പോയിട്ട് ഇവിടെ കോണ്ടെക്സ്റ്റുവൽ ടാസ്ക് ബാർ ഓൺ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് ബാർ ഇവിടുന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ജനറേറ്റീവ് ഫില്ല് എഴുതി കൊടുക്കാൻ പോവുകയാണ്. സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് പാത്ത് എന്ന് കൊടുത്തു. സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് പാത്ത് എന്ന് ഞാൻ കൊടുത്തതിന് ശേഷം ഇവിടെ ജനറേറ്റ് കൊടുക്കാൻ പോവുകയാണ്. നോക്കുക, അവിടെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് നമുക്ക് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കിവിടെ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നോക്കാം, ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുന്നു. ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ ആ ഒരു പടത്തിനോട് ആപ്റ്റായിട്ടുള്ള ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിട്ട് തോന്നുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാം. ഇതും കുഴപ്പമില്ല. ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് കുറച്ചൊന്ന് ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് കുഴപ്പമില്ല. മൂന്നാമത്തതും കുഴപ്പമില്ല. ഈ രണ്ടാമത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുക. ഇതിൻ്റെ തന്നെ കുറച്ച് ഒരു 2-3 വെറൈറ്റിയും കൂടെ എനിക്ക് വേണം എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഈ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 3 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു റൈറ്റ് സൈഡ് കോർണറിൽ ടോപ്പിലായിട്ട് ഈ ഒരു 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ജനറേറ്റ് സിമിലർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ജനറേറ്റ് സിമിലർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. അത് നേരത്തെ ബീറ്റ വേർഷനിലാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 2025 വേർഷനിലേക്ക് അപ്ഡേറ്റ് ആയി വന്നിരിക്കുകയാണ്. ഞാനിവിടെ ജനറേറ്റ് സിമിലർ കൊടുക്കുന്ന സമയത്ത് അടുത്ത ഒരു 3 ഓപ്ഷനും കൂടെ നമുക്ക് ഫോട്ടോഷോപ്പ് ജനറേറ്റ് ചെയ്ത് തരും. നോക്കുക, നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരുന്നത്. അതായത് ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. ഇതുമായി സിമിലാരിറ്റിയുള്ള ഒരു 3 ഓപ്ഷനും കൂടെ നമുക്ക് വേണം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് സിമിലാരിറ്റിയുള്ള വീണ്ടും ഒരു 3 ഓപ്ഷനും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെലക്ഷൻ എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഓക്കെ ആണ് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഏത് സെലക്ഷനാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നിങ്ങൾക്കൊരു ബട്ടൺ കാണാം. ഇത് എൻഹാൻസ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടനാണ്. അതായത് നമ്മളിവിടെ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷനെ കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അവിടെ ആ ഒരു പ്രോസസ്സിങ് നടന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത ആ ഏരിയ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കാണുന്ന ഒരു ബിൽഡിങ്, ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ബിൽഡിംഗ് ആണ് നമ്മൾ കാണുന്നത്. ആ ബിൽഡിംഗ് ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ കേരളത്തിൻ്റേതായിട്ടുള്ള ഒരു ട്രഡീഷണൽ ബിൽഡിംഗ് അവിടെ വരണം എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഏരിയ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഔട്ട്സൈഡ് വരുന്ന രീതിയിൽ വേണം സെലക്ട് ചെയ്യാൻ. അതായത് ആ ബിൽഡിംഗ് തന്നെയായിട്ട് സെലക്ട് ചെയ്യാതെ കുറച്ച് ഔട്ട്സൈഡ് ഏരിയയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക. ഇനി ഞാനിവിടെ എഴുതി കൊടുക്കാൻ പോവുകയാണ് ട്രഡീഷണൽ കേരള ഹൗസ് എന്ന് കൊടുത്തു. ട്രഡീഷണൽ കേരള ഹൗസ് എന്ന് ഞാൻ എഴുതി കൊടുത്തു, ജനറേറ്റ് കൊടുത്തു. നോക്കുക, അവിടെ ഒരു കേരള സ്റ്റൈൽ വീട് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ 3 ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ എനിക്ക് കുറച്ചും കൂടെ ഒരു ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഈ രണ്ടാമത്തെ ഓപ്ഷൻ്റെ തന്നെ ഒരു 3 സിമിലാരിറ്റി ഉള്ള ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു, ജനറേറ്റ് സിമിലർ കൊടുക്കുക. നോക്കുക, അതുമായി സിമിലാരിറ്റി ഉള്ള 3 ഓപ്ഷൻസും കൂടെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എനിക്ക് ഒരു ഫസ്റ്റ് ഓപ്ഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഇമേജിനെ സേവ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് നമുക്ക് ജനറേറ്റീവ് എക്സ്പാൻഡിലാണ്. ക്രോപ്പ് ടൂൾ എടുക്കുക. ക്രോപ്പ് ടൂൾ എടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഓപ്ഷൻസ് ബാറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട്, ജനറേറ്റീവ് എക്സ്പാൻഡ്, കണ്ടന്റ് എവർ ഫിൽ എന്ന് കാണാം. അതിനകത്ത് ജനറേറ്റീവ് എക്സ്പാൻഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ചിത്രമാണോ എക്സ്പാൻഡ് ചെയ്യേണ്ടത്, അത് ഏത് ദിശയിലേക്കാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്, ആ ഒരു എക്സ്പാൻഡ് ഹാൻഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു കോർണറിലുള്ള എക്സ്പാൻഡ് ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഈ ഒരു സൈഡിലേക്കൊന്ന് ഈ ഒരു കോർണറിലേക്ക് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ എന്താണോ വരേണ്ടത് അത് നിങ്ങൾക്കിവിടെ എഴുതി കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഓപ്ഷനുണ്ട്. അതല്ല, ഈ ഒരു നിലവിലുള്ള ചിത്രത്തിൻ്റെ കണ്ടൻസ് ഒക്കെ വെച്ച് തന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്താൽ മതിയെങ്കിൽ വേറൊന്നും അവിടെ എഴുതി കൊടുക്കണ്ട. നേരെ മുകളിലേക്ക് പോകുക, റൈറ്റ് സൈഡിലുള്ള ആ ഒരു ടിക്ക് മാർക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നോക്കുക, അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ താഴേക്ക് ആ ഒരു കുട്ടിയുടെ ഡ്രസ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ 3 ഓപ്ഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നോക്കാം. നോക്കുക, രണ്ടാമത്തെ ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ. ഈ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് എനിക്ക് കുറച്ചും കൂടെ അതിന് ആപ്റ്റായിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. കുറച്ച് മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽ എൻഹാൻസ് ചെയ്യുന്നതിനുള്ള ബട്ടണുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സിമിലാരിറ്റി ഉള്ള അടുത്ത ഇമേജസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറേറ്റ് സിമിലർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഒരു ഫോട്ടോ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു പുതിയ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോണ്ടെക്സ്ച്വൽ ടാസ്ക് ബാർ ഉണ്ട്. ആ ഒരു ടാസ്ക് ബാറിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരും. അതിനുശേഷം നമുക്ക് അവിടെ എന്താണോ വരേണ്ടത് അതിവിടെ നമുക്ക് ജനറേറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രോംപ്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുക. ഉദാഹരണത്തിന് എനിക്കവിടെ ഒരു റിവർ സൈഡ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എഴുതി കൊടുക്കുകയാണ്. റിവർ സൈഡ് എന്ന് മാത്രം ഞാൻ എഴുതി കൊടുത്തു. അതിനുശേഷം ജനറേറ്റ് കൊടുത്തു.
നോക്കാം, നമുക്കിവിടെ ഒരു റിവർ സൈഡ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ തന്നെ 3 ഓപ്ഷൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഏത് ഓപ്ഷനാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു റിവർ സൈഡ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ വലിയ കുഴപ്പമില്ല എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ ആ നിഴലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോഡലുമായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി എനിക്കിവിടെ ഒരു റിവർ സൈഡ് അല്ല വേണ്ടത്, എനിക്കൊരു ബീച്ചിൻ്റെ സൈഡാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഴുതി കൊടുക്കാം, ബീച്ച് സൈഡ് എന്ന് എഴുതി കൊടുത്തു. അതിനുശേഷം ജനറേറ്റ് കൊടുക്കുന്നു. നോക്കാം, നമുക്കിവിടെ ഒരു ബീച്ച് സൈഡ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കൊരു 3 ഓപ്ഷൻ ഉണ്ട്. നോക്കാം, ഈ മൂന്നാമത്തെ ഓപ്ഷൻ എനിക്ക് കുറച്ചും കൂടെ അതിന് ആപ്റ്റായിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരു 3 ഇമേജ് നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള 3 ഇമേജ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഈ ഒരു മൂന്നാമത്തെ ഇമേജ് ഒരു മോഡലുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇമേജാണ്. ഈ ഒരു ഇമേജിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള എൻഹാൻസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ ഫോട്ടോഷോപ്പ് വേർഷനായിട്ടുള്ള 2025 അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക.